പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മെസ്സിയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരും ഒരു ദിവസം നോയമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവായ യേശു മെസ്സിയ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവായ യേശു മെസ്സിയ മരുഭൂമിയിൽ കർത്താവായ പിതാവായ ദൈവത്തോടൊപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ജീവിച്ചതുപോലെ നമ്മളും ഓരോ ദിവസം നോയമ്പിൽ പിതാവായ ദൈവത്തെയും പുത്രനായ ഈശോയെയും പരിശുദ്ധാത്മാവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവരുടെ ജീവിതം കണ്ടുകൊണ്ട് അവർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ അനുഗ്രഹം എല്ലാം മനസ്സിൽ ആക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. പൂർവ്വപിതാക്കന്മാർക്ക് എത്രത്തോളം അനുഗ്രഹം ലഭിച്ചെന്ന് നമുക്കറിയാം. നമ്മുടെ മുമ്പത്തെ തലമുറ എത്രത്തോളം അനുഗ്രഹമാണെന്ന് നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാലും നമ്മുടെ തലമുറ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരുടെ സമയത്ത് അവരുടെ വായിൽ നിന്നും നിരന്തരമായി കേൾക്കുന്ന ഒരു വാക്യമുണ്ട്: മോനെ, ദൈവമുണ്ട്, ദൈവം നോക്കിക്കൊള്ളും, വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഈ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് എല്ലാവരും ലോകത്തിന്റെ സുഖത്തിലും മറ്റു വ്യക്തിയിൽ ആശ്രയം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു സമയത്ത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നിരന്തരമായി പ്രാർത്ഥിച്ചും പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവമുണ്ട്, ദൈവം നോക്കിക്കൊള്ളും, വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, നോയമ്പിന്റെ സമയത്ത് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മനോഭാവം എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ട്. ഓരോ വിശ്വാസി നിരന്തരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം: നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്ത സ്നേഹമുള്ള ഒരു ദൈവമുണ്ട്. അത്രത്തോളം സ്നേഹമുള്ള ദൈവം നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ നമുക്ക് ഈ ലോകത്തിന്റെ സ്നേഹമോ ലോകത്തിന്റെ സന്തോഷമോ ഒന്നും വേണ്ട. സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ സ്നേഹം മാത്രം ആഗ്രഹിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ നോയമ്പിലെ ദിവസത്തിലെ ഇന്നത്തെ ധ്യാന വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, ആദ്യത്തെ വാക്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്ത് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്ന് തങ്ങളുടെ വിട്ടുപോകരുത് എന്ന് അവർ അവനെ നിർബന്ധിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ രണ്ട് കാര്യം നമുക്ക് കാണാം. ആദ്യത്തെ കാര്യം, കർത്താവായ യേശു മിശിഹ ഒരു വിജന സ്ഥലത്ത് പോകുന്നു. രണ്ടാമത്തെ കാര്യം, ജനക്കൂട്ടം, അതായത് വിശ്വാസികൾ ഈ വിജന സ്ഥലത്ത് കർത്താവായ യേശു മിശിഹായെ തേടി കർത്താവായ യേശു മിശിഹായെ അന്വേഷിച്ചു പോകുന്നു. ഈ ജനം കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ ഒരു അപേക്ഷ വെക്കുന്നുണ്ട്. അപേക്ഷ ഇതാണ്: കർത്താവേ, നീ ഞങ്ങളെ വിട്ട് ഒരിക്കലും പോകരുത്. പ്രിയമുള്ളവരെ, ഈ രണ്ട് മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യത്തെ മനോഭാവം ഇതായിരിക്കണം. സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, നമ്മുടെ സഭയിലെ പിതാക്കന്മാര്, ഇന്ന് സഭയിൽ നല്ലൊരു ആരാധന ക്രമമുണ്ടെങ്കിൽ, ഇന്ന് സഭയിൽ നല്ലൊരു പ്രാർത്ഥനയ്ക്ക് നല്ലൊരു മനോഹരമായ ഗാനങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് സഭ മക്കൾ ഒരുമിച്ച് ഈ ഒരു ഗാനം ആസ്വദിച്ച് പാടുന്നുണ്ടെങ്കിൽ, ഒരു സമയത്ത് നമ്മുടെ സഭയിലെ പിതാക്കന്മാരും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പൂർവികരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഈ ധ്യാനിച്ചെടുത്ത സംഭവത്തെയാണ് നമ്മുടെ മുമ്പിൽ തന്നത്. സഭയിലെ പിതാക്കന്മാർ ഇതെല്ലാം ധ്യാനിച്ചു, അത് എഴുതി വെച്ചു, നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ പിതാക്കന്മാർ തലമുറകളോളം കൈമാറി. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിരാവിലെ തനിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നോയമ്പിന്റെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ദിനമാണ്. നോയമ്പിന്റെ ദിനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു മിശിഹായോടൊപ്പം നിൽക്കുന്ന ദിനമാണ്. നോയമ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വസിക്കുന്ന സമയമാണ്. നോയമ്പ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ ആകണം, കർത്താവിനെ പറ്റി ചിന്തിക്കണം, കർത്താവിനെ കുറിച്ച് ധ്യാനിക്കണം, കർത്താവിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മറ്റു വ്യക്തി നമുക്കെതിരെ തിന്മ പറഞ്ഞാലും നമ്മൾ അവരെ ശാസിക്കാനല്ല, അത് നമ്മൾ സ്വീകരിക്കുക. ഒരാൾ നമ്മളെ സ്വീകരിക്കും, മറ്റൊരാൾ നമ്മളെ തള്ളി പറയും. പക്ഷെ നേരെ മറിച്ച് പിതാവിന്റെ മനോഭാവത്തിലും പുത്രനായ ഈശോയുടെ മനോഭാവത്തിലും ജീവിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാർത്ഥനയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം കടന്നു വരും. ഈ അനുഗ്രഹത്തെയാണ് സഭ പിതാക്കന്മാരും നമ്മുടെ പൂർവികരും നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രാർത്ഥനയിൽ അനുഗ്രഹമുണ്ട്. പുത്രനായ ഈശോ ഈ ലോകത്തിന് വേണ്ടി, ഈ കുരിശ് മരണത്തിന് വേണ്ടി, പീഡാസഹനത്തിന് വേണ്ടി, കഷ്ടകാല സമയത്തിന് വേണ്ടി പുത്രനായ ഈശോ വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഓരോ വ്യക്തി
വ്യക്തികളായ ഞാൻ നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവായ യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ അന്നു വേണ്ടി ആഹാരം നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. രണ്ടാമത്തെ മനോഭാവം ഇതാണെന്ന്, ജനങ്ങൾ കർത്താവിനെ തേടി ചെന്നു, കർത്താവിനെ അന്വേഷിച്ച് തന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ കർത്താവ് എവിടെയാണ്? ഞാൻ ആയിരിക്കുന്ന ഹൃദയത്തിൽ, ഈ സ്നേഹമുള്ള ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? എൻ്റെ ദേവാലയത്തിൽ കർത്താവ് വസിക്കുന്നുണ്ട്, എൻ്റെ ഭവനത്തിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? കർത്താവായ യേശു മിശിഹ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ പോകുന്ന സ്ഥലത്ത് കർത്താവായ യേശു മിശിഹ നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ എവിടെ പോയാലും കർത്താവിന്റെ നാമത്തിൽ എനിക്ക് അഭിഷേകവും അത്ഭുതങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു വിശ്വാസം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. ജനം തേടിപ്പോയത് കർത്താവിനെയാണ്. നമ്മൾ ഓരോ വിശ്വാസികളും കർത്താവായ യേശു മിശിഹായുടെ മക്കൾ എന്ന നിലയിൽ കർത്താവായ യേശു മിശിഹയെ തേടി പോകണം, കർത്താവിന്റെ പുറകെ പോകണം. കാരണം കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വഴി ഉണ്ടാവണം, സത്യം ഉണ്ടാവണം. കർത്താവായ യേശു മിശിഹായിൽ അവൻ ജീവൻ കണ്ടെത്തണം. എന്നിൽ ജീവൻ കണ്ടെത്തിയാൽ എനിക്ക് വേണ്ടി, ഈ ഒരു ലോകത്തിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിന്റേതായി തീരും. കർത്താവിൽ നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കണം. കർത്താവായ യേശു മിശിഹായാണ് നമ്മളെ നയിക്കുന്നത്. കർത്താവിന്റെ ജീവനിലാണ് നമ്മളെ തന്നെ ചേർത്ത് വെക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും, ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും അതെല്ലാം നമുക്ക് 10 ഇരട്ടിയായിട്ട് വീണ്ടും ലഭിക്കും. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് നമ്മൾ കാണാം, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹ തന്നെ വചനം അത് നമ്മുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയല്ല, അത് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും നൽകാൻ വേണ്ടിയുള്ള വചനമാണ്. സൗലിനെ കാണാം, അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ, അവൻ പൗലോസ് എന്ന പേര് സ്വീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാം അവന്റെ ജീവിതത്തിലെ മാറ്റം എന്താണ് നമുക്ക് മനസ്സിലാകാം. അവൻ ക്രിസ്ത്യാനികൾക്ക് സാക്ഷ്യമായി തീരുന്നു. കർത്താവിന്റെ വചനത്തിന് അവൻ സാക്ഷ്യമായി തീരുന്നു. കർത്താവിന്റെ ജീവിതത്തിന് അവൻ സാക്ഷ്യമായി തീരുന്നു. നമുക്ക് ഓരോ അപ്പസ്തലന്മാരെയും ശിഷ്യന്മാരെയും കാണാം. കർത്താവിൽ നിന്നും എത്ര അകന്നു പോയാലും കർത്താവ് തേടി തേടി അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഓരോ ഭവനത്തിലും, ഓരോ രാജ്യത്തിലും, ഓരോ നഗരത്തിലും ദൈവത്തിന്റെ നാമം പ്രഘോഷിക്കാനും ദൈവത്തിന്റെ രാജ്യത്തിനെ കുറിച്ചുള്ള സുവിശേഷം സംസാരിക്കാൻ വേണ്ടി കർത്താവായ യേശു മിശിഹ തിരഞ്ഞെടുത്ത വ്യക്തികളാണ്. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസി ദൈവം തിരഞ്ഞെടുത്തതാണ്. കിട്ടിയ വചനം നിങ്ങളിലേക്ക് മാത്രം വയ്ക്കാതെ പകർന്നു കൊടുക്കുക. എന്നെ പോലെ മറ്റൊരു വ്യക്തി അഭിഷേകം സ്വീകരിക്കട്ടെ, എന്നെ പോലെ മറ്റൊരു വ്യക്തി കർത്താവിനെ അറിയട്ടെ. ഈ നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവിന് വേണ്ടി സാക്ഷ്യം നിന്നുകൊണ്ട്, കർത്താവിന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, മറ്റൊരു വ്യക്തിക്ക് സാക്ഷ്യമായി ദൈവവചനം പങ്കുവച്ചുകൊണ്ട്, ദൈവത്തിന്റെ നാമത്തെ, ഈ ലോകത്തെ മുഴുവനും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിന് നോയമ്പായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.